വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടാം പാദ റിസൾട്ട് സീസണാണ് കഴിഞ്ഞ ആഴ്ച തുടക്കം കുറിച്ചത്. ഒന്നാം പാദത്തെ അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കോർപ്പറേറ്റുകൾക്ക് കഴിയുമെന്ന വിശ്വാസം ഇന്ത്യൻ വിപണികളിലും പ്രതിഫലിച്ചു. 24,881 എന്ന ലോയിൽ നിന്നും 25,330.75 എന്ന ഹൈയിലേക്കുള്ള കുതിപ്പ് ഇതിനുള്ള തെളിവാണ്. ഈ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ചത് IT സൂചികയായിരുന്നു. അനുമാനങ്ങളെ മറികടന്ന TCSന്റെ പാദഫലവും വിപണിക്ക് കരുത്തേകി. പ്രതിവാര അടിസ്ഥാനത്തിൽ നിഫ്റ്റി IT സൂചിക 4.89% കുതിപ്പ് നടത്തിയപ്പോൾ നിഫ്റ്റി റിയൽറ്റി, നിഫ്റ്റി സർവീസസ്, നിഫ്റ്റി ഫാർമ എന്നിവ 2% മുകളിലുള്ള കുതിപ്പും നടത്തി. നിഫ്റ്റി ബാങ്കിംഗ് സൂചികയിൽ 1.84% നേട്ടവും കാണാൻ സാധിച്ചു. നിഫ്റ്റി മീഡിയ റാലിയിൽ നിന്നും മുഖം തിരിച്ചു നിന്നു. നഷ്ടം 2.69%. തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും ട്രംപ് സർക്കാർ ഷട്ട് ഡൗണിൽ തുടരുകയാണ്. എന്നിരുന്നാലും NVIDIA CEO ജെൻസൺ ഹുവാങ് കഴിഞ്ഞ 6 മാസത്തിനിടെ AI കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡിമാൻഡ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന പ്രസ്താവന നടത്തിയത് AI ലിങ്ക്ഡ് ഓഹരികളിൽ വലിയ കുതിപ്പിന് കാരണമാവുകയും ചെയ്തു. ഈ മുന്നേറ്റം S&P 500നെയും നാസ്ഡാക്കിനെയും സർവ്വകാല ഉയരം മറികടക്കുന്നതിന് സഹായിച്ചു. എന്നാൽ US-ഉം ചൈനയും തമ്മിൽ വീണ്ടും കൊമ്പ് കോർക്കുന്നതും ചൈനയ്ക്ക് മേൽ 100% അധിക താരിഫ് ചുമത്തുമെന്ന പ്രഖ്യാപനവും US വിപണിയെ ഒരു മാസീവ് സെൽ ഓഫിലേക്കാണ് നയിച്ചത്. പ്രതിവാര അടിസ്ഥാനത്തിൽ ഡൗ ജോൺസ് 2.73% നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ നാസ്ഡാക്ക് 100 2.27% നഷ്ടവും രേഖപ്പെടുത്തി. S&P 500ൻ്റെ നഷ്ടവും 2%-ന് മുകളിലേക്ക് ഉയർന്നു. അടുത്ത ആഴ്ച ഒക്ടോബർ 14 ഫെഡ് ചെയർമാൻ ജെറോം പവലിൻ്റെ പ്രസ്താവനകളോടായിരിക്കും ആദ്യം പ്രതികരിക്കുക. മാറിയ സാമ്പത്തിക പശ്ചാത്തലത്തിൽ ഫെഡിൻ്റെ നടപടി എന്തായിരിക്കുമെന്ന് വിപണി ഇപ്പോൾ ഒറ്റുനോക്കുന്നുണ്ട്. ഒക്ടോബർ 15-ന് CPI കോർ CPI കണക്കുകളും പബ്ലിഷ് ചെയ്യും. PPI കോർ PPI റീറ്റെയിൽ കോർ റീറ്റെയിൽ ഡാറ്റകളും പബ്ലിഷ് ചെയ്യും. പണപ്പെരുപ്പത്തിൻ്റെ ഗതി മനസ്സിലാക്കാൻ ഈ ഡാറ്റ നിക്ഷേപകരെ സഹായിക്കും. ഇനിഷ്യൽ ജോബ്ലെസ് ഡാറ്റകളും അന്ന് തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഒക്ടോബർ 17-ന് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ബിൽഡിംഗ് പെർമിറ്റ്സ്, ഹൗസിംഗ് സ്റ്റാർട്ട്സ് എന്നീ ഡാറ്റകളും പബ്ലിഷ് ചെയ്തു തുടങ്ങും. ഫെഡറൽ സർക്കാർ ഷട്ട് ഡൗൺ മാറ്റുകയാണെങ്കിൽ പബ്ലിഷ് ചെയ്യാതിരുന്ന നോൺ ഫാം പേറോൾസ്, തൊഴിലില്ലായ്മ നിരക്ക് എന്നിവയും പബ്ലിഷ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെയർ എർത്ത് മിനറൽസിൻ്റെ കയറ്റുമതിക്ക് ചൈനീസ് സർക്കാരിൻ്റെ അനുമതി തേടണമെന്ന റെഗുലേഷൻ വന്നതോടെ യൂറോപ്യൻ വിപണികളും പ്രതിസന്ധിയിലായി. വീക്കിലി ബേസിസിൽ CAC 40 2.43% നഷ്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഡാക്സും FTSE 100-ഉം 0.5%-ലധികം നഷ്ടം രേഖപ്പെടുത്തി. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ ഒക്ടോബർ 14-ന് ജർമ്മനിയുടെ CPI കണക്കുകളും ബ്രിട്ടൻ്റെ തൊഴിലില്ലായ്മ ഡാറ്റയുമാണ് ആദ്യം വരുന്നത്. ഒക്ടോബർ 15-ന് ഫ്രാൻസിൻ്റെ CPI ഡാറ്റയും പബ്ലിഷ് ചെയ്യും. തുടർന്ന് 16-ന് ബ്രിട്ടൻ്റെ GDP കണക്കുകളും എത്തും. തുടർന്ന് 17-ന് CPI കണക്കുകൾ കൂടി വരുന്നതോടെ യൂറോപ്പിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെ പണപ്പെരുപ്പത്തിൻ്റെ ഗതി നിക്ഷേപകർക്ക് വിലയിരുത്താൻ സാധിക്കും. ഏഷ്യൻ മേഖലയിലും CPI കണക്കുകൾ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഒക്ടോബർ 14-ന് ചൈനയുടെ CPI PPI കണക്കുകളാണ് വരുന്നത്. തുടർന്ന് 15-ന് ജപ്പാന്റെ വ്യാവസായിക ഉൽപ്പാദന ഡാറ്റയും എത്തും. ചുരുക്കത്തിൽ ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെ CPI കണക്കുകളായിരിക്കും അടുത്ത വാരം ലോക വിപണികളുടെ ശ്രദ്ധ നേടുക. കമോഡിറ്റി മാർക്കറ്റിൽ ഇടിവാണ് പോയ വാരം കാണാൻ കഴിഞ്ഞത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 3.55% ഇടിഞ്ഞ് ബാരലിന് $61.87 എന്ന ഡോളറിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WT ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 4.3% ഇടിവോടെ ബാരലിന് $57.69 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇസ്രായേൽ ഹമാസിൻ്റെ സംഘർഷങ്ങൾ അവസാനിച്ചത് മൂലം റിസ്ക് പ്രീമിയം ഗണ്യമായി കുറഞ്ഞതിനാലാണ് എണ്ണവില താഴോട്ട് നയിച്ച പ്രധാന ഘടകമായി മാറിയത്. ഇതുകൊണ്ട് ക്രൂഡ് ഷിപ്പുകളുടെ ഷിപ്മെൻറ്റ് കോസ്റ്റും കുറയും. കൂടാതെ അമേരിക്ക ചൈന ട്രേഡ് ടെൻഷൻ വീണ്ടും ഉദിച്ചു വന്നതും ക്രൂഡ് വില ഇടിയാൻ കാരണമായി. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിൻ്റെ ആദ്യ സപ്പോർട്ട് $62.18, തുടർന്ന് $58.73 അപ്സൈഡ് പരിശോധിക്കുമ്പോൾ $66.33 ആദ്യ റെസിസ്റ്റൻസ് ഉള്ളത്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $68.61 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യുന്നതായിരിക്കും. WT ക്രൂഡിൻ്റെ ടെക്നിക്കൽസ് പരിശോധിക്കുമ്പോൾ ആദ്യ സപ്പോർട്ടുള്ളത് $56.12, തുടർന്ന് $54.72 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $62.19 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $64.91 ലെവലുകളും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്.
സ്വർണ്ണവില ഈ വാരവും നേട്ടമാണ് രേഖപ്പെടുത്തിയത്. പ്രതിവാരാടിസ്ഥാനത്തിൽ 3.4% ഉയർന്ന് ട്രോയ് ഔൺസിന് $4017.84 വ്യാപാരം അവസാനിപ്പിച്ചത്. US-ചൈന താരിഫ് പ്രശ്നങ്ങൾ വീണ്ടും റീസർഫേസ് ചെയ്തു വരുന്നത് സ്വർണത്തിന്റെ സേഫ് ഹെവൻ ഡിമാൻഡ് ഒന്നുകൂടി വർദ്ധിപ്പിച്ച കാഴ്ചയാണ് വിപണിയിൽ കാണാൻ സാധിച്ചത്. കൂടാതെ US ഫെഡിന്റെ ഡോഴ്സ് സ്റ്റാൻസും സ്വർണ്ണവില ഉയരാൻ ഇടയാക്കി. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $3880 തുടർന്ന് $3752 അപ്സൈഡ് നോക്കുകയാണെങ്കിൽ $4029 നമുക്ക് ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ 4087 എന്ന ലെവലും റെസിസ്റ്റൻസ് ആയി പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യൻ രൂപ നോക്കുകയാണെങ്കിൽ നേരിയ ഇടിവാണ് ഈ വാരം കാണാൻ സാധിച്ചത്. USD INR 0.02% ഉയർന്ന് 88.73 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 88.95 ലെവലാണ് വരുന്ന ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത്. തുടർന്ന് 89.25 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാവുന്നതാണ്. മറുവശത്ത് 88.38 എന്ന ലെവൽ റെസിസ്റ്റൻസ് ആയി പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ 88.05 എന്ന ലെവലും നമുക്ക് റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാവുന്നതാണ്. കഴിഞ്ഞ ആഴ്ച വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്നും 2975.53 കോടി രൂപയുടെ നിക്ഷേപമാണ് ഓഹരി വിപണിയിൽ നടത്തിയത്. DIകൾ 8391.1 കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയത്. വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന സൂചനയാണ് ഈ ഡാറ്റകൾ നൽകുന്നതെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. പോയ വാരം നിക്കി പ്രസിദ്ധീകരിച്ച സർവീസസ് ആൻഡ് മാനുഫാക്ചറിംഗ് PMI കണക്കുകളായിരുന്നു ഇന്ത്യൻ എക്കോണമിക്ക് നിർണായകമായത്. രണ്ടും അനുമാനങ്ങൾക്ക് അനുസൃതമായി ഉയർന്നില്ല. സെപ്റ്റംബറിലെ ഡാറ്റകളാണ് പ്രസിദ്ധീകരിച്ചത്. സർവീസസ് PMI 61.6 നിന്നും 60.9 കുറഞ്ഞപ്പോൾ സർവീസസ് മാനുഫാക്ചറിംഗ് PMI 61.9 നിന്നും 61 കുറഞ്ഞു. താരിഫ് പ്രതിസന്ധികൾ സർവീസസ് സെക്ടറിലും അനുഭവപ്പെട്ടു തുടങ്ങിയെന്നാണ് അനലിസ്റ്റുകളുടെ അനുമാനം. എങ്കിലും 60 മുകളിൽ ഡാറ്റ തുടർന്നത് ആശ്വാസം പകരുന്നുണ്ട്. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ ഒക്ടോബർ 13 CPI കണക്കുകൾ പബ്ലിഷ് ചെയ്യും. ഓഗസ്റ്റിൽ 2.07% CPI കണക്കുകൾ. സെപ്റ്റംബറിൽ ഇത് 1.7% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പണപ്പെരുപ്പം കുറയുമെന്ന RBI എസ്റ്റിമേറ്റിന് അനുസരിച്ചാണ് ഡാറ്റകൾ വരുന്നതെങ്കിൽ വിപണിയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് സൃഷ്ടിച്ചേക്കും. തുടർന്ന് 14 WPI കണക്കുകളും പബ്ലിഷ് ചെയ്യും. 0.52% നിന്നും 0.5% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് 15 MPC മീറ്റിംഗ് മിനിറ്റ്സും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എക്കോണമിയെ RBI എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് ഈ ഡാറ്റയിലൂടെ നിക്ഷേപകർക്ക് കൂടുതൽ വ്യക്തമാകും. ഒപ്പം അന്ന് തന്നെ സെപ്റ്റംബറിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കണക്കുകളും വരുന്നതായിരിക്കും. താരിഫിന് ശേഷം ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഗതി ഈ ഡാറ്റയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് 17 പതിവ് പോലെ ഫോറക്സ് റിസർവ് കണക്കുകളും എത്തും. ഒക്ടോബർ 10 അവസാനിച്ച ആഴ്ചയിൽ ഫോറക്സ് റിസർവ് 700.24 ബില്യൺ രൂപയിൽ നിന്നും 699.96 ബില്യൺ രൂപയായി കുറഞ്ഞു. കോർപ്പറേറ്റ് തലത്തിൽ പ്രധാനികളായ TCS, ടാറ്റ എലക്സി എന്നിവയുടെ പാദഫലങ്ങളായിരുന്നു പോയ വാരം വിപണിയെ സ്വാധീനിച്ചത്. വളർച്ചാ മൊമെന്റവും മാർജിൻ എക്സ്പാൻഷനും കൈവരിച്ച പാദഫലമാണ് ഇന്ത്യൻ IT ഭീമനായ TCSന് രേഖപ്പെടുത്താൻ സാധിച്ചത്. വരുമാനം ക്വാർട്ടർലി ബേസിസിൽ 3.7% ഉയർന്നപ്പോൾ വാർഷികാടിസ്ഥാനത്തിൽ നെറ്റ് പ്രോഫിറ്റ് 8.4% നേട്ടവും രേഖപ്പെടുത്തി. ടാറ്റ എലക്സിയുടെ രണ്ടാം പാദഫലം വന്നപ്പോൾ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ലാഭത്തിൽ 32.5% ഇടിവും വരുമാനത്തിൽ 3.9% കുറവുമാണ് ഇത്തവണ കമ്പനി രേഖപ്പെടുത്തിയത്. വരുന്ന വാരത്തിൽ നിർണായകമായ ഒരു പിടി കമ്പനികളുടെ ഫലങ്ങളാണ് വിപണി ശ്രദ്ധ ആകർഷിക്കുക. 13 HCL ടെക്നോളജീസ്, ആനന്ദ് റാത്തി വെൽത്ത് എന്നീ കമ്പനികളുടെ റിസൾട്ടുകൾ എത്തുന്നത്. ശക്തമായ ഡീൽ റാമ്പുകളും റീസ്ട്രക്ചറിംഗ് കോസ്റ്റ് ലഘൂകരിക്കുന്നതും കാരണം സെപ്റ്റംബർ പാദത്തിൽ HCL ടെക്നോളജീസിൻ്റെ റിസൾട്ടിൽ വരുമാനത്തിലും ലാഭത്തിലും തുടർച്ചയായ വർധനവ് രേഖപ്പെടുത്താമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. 14 റിസൾട്ടുകളുമായി എത്തുന്ന കമ്പനികൾ ടെക് മഹീന്ദ്ര, ICICI പ്രൊഡൻഷ്യൽ ലൈഫ്, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി തുടങ്ങിയവരാണ്. മാർജിൻ എക്സ്പാൻഷൻ, സ്റ്റേബിൾ ഡീൽ ഫ്ലോ, സ്ട്രാറ്റജിക് അപ്ഡേറ്റ്സ് എന്നിവയുടെ പിൻബലത്തിൽ ടെക് മഹീന്ദ്രയുടെ ലാഭത്തിൽ ഏകദേശം 15% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. വരുമാനത്തിലും വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. 15 പാദഫലങ്ങളായി എത്തുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ആക്സിസ് ബാങ്ക്, IRFC, HDFC ലൈഫ്, ഒബ്രോയ് റിയൽറ്റി, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് എന്നിവയാണ്.
HDFC ലൈഫിന് 10% ആനലൈസ്ഡ് പ്രീമിയം ഇക്വലന്റ് API വളർച്ചയെ നേടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 16-ന് റിസൾട്ടുമായി എത്തുന്ന കമ്പനികൾ ഇൻഫോസിസ്, വിപ്രോ, നെസ്ലെ ഇന്ത്യ, LTI മൈൻഡ്രി എന്നിവരാണ്. മാക്രോ എക്കണോമിക്, ജിയോ പൊളിറ്റിക്കൽ വെല്ലുവിളികൾ കാരണം ഇൻഫോസിസിന്റെ രണ്ടാം പാദത്തിൽ മ്യൂട്ടഡ് ആയിട്ടുള്ള പ്രതീക്ഷയാണ് വിപണിയിലുള്ളത്. അതിനാൽ ഒരു ഹോൾഡ് റേറ്റിംഗ് ആണ് ഓഹരിയിൽ കൂടുതൽ അനലിസ്റ്റുകൾക്കും ഇപ്പോഴുള്ളത്. എയിൽ ഇപ്പോൾ ഇൻഫോസിസ് നടത്തിയിരിക്കുന്ന വൻ നിക്ഷേപം ഭാവിയിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിയോ പൊളിറ്റിക്കൽ റിസ്ക്കും US പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സ് എന്നിവ ഇൻഫോസിസിന് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ബ്രോക്കറേജായ പ്രഭുദാസ് ലീലാധറിന്റെ വിലയിരുത്തലിൽ വിപ്രോ നെറ്റ് പ്രോഫിറ്റിൽ 8% ഉയർച്ച രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എബിറ്റിൽ 1% ഉയർച്ചയും ബ്രോക്കറേജ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 17-നാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ, പോളിക്യാബ് ഇന്ത്യ, ഹാവൽസ്, ഡാൽമിയ ഭാരത്, പൂനാവാല ഫിൻകോർപ്പ് എന്നീ കമ്പനികളുടെ റിസൾട്ട് എത്തുന്നത്. റിലയൻസ് ഗ്രൂപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഭക്ഷ്യനിർമ്മാണം തുടങ്ങിയ മേഖലയിലേക്ക് വികസിക്കുകയും ജിയോയുടെ ആസൂത്രിതമായ IPOയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്നതിനിടയിലാണ് റിലയൻസിൻ്റെ റിസൾട്ടുകൾ വരാനിരിക്കുന്നത്. റിലയൻസിൽ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിലെ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് കൺസോളിഡേറ്റഡ് എബിറ്റയിൽ 12% വർധനവ് രേഖപ്പെടുത്തുമെന്നാണ്. ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റേക്ക് സെയിൽസിൻ്റെ പിൻബലത്തിൽ റെക്കോർഡ് ക്വാർട്ടർലി പ്രോഫിറ്റ് ആയിരുന്നു റിലയൻസ് കഴിഞ്ഞ പാദത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അതിനാൽ തന്നെ ഇത്തവണത്തെ റിസൾട്ടും റിലയൻസിന് ഏറെ നിർണായകമാണ്. 18-ന് റിസൾട്ടുമായി എത്തുന്ന കമ്പനികൾ HDFC ബാങ്ക്, ICICI ബാങ്ക്, അൾട്രാടെക് സിമന്റ്, IDFC ഫസ്റ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നിവയാണ്. മൺസൂണും വിലക്കുറവും ലാഭത്തെ ബാധിക്കുന്നതിനാൽ സിമന്റ് മേഖലയിലെ പാദഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്നും ശക്തമായ ബാലൻസ് ഷീറ്റുകൾ, സ്കെയിൽ, കോസ്റ്റ് എഫിഷ്യൻസി എന്നിവയുടെ പിന്തുണയോടെ രണ്ടാം പാദത്തിൽ അൾട്രാടെക് സിമന്റ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. കൂടാതെ സിമന്റിന്റെ GST നിരക്ക് കുറച്ചത് ഈ മേഖലയിൽ ഘടനാപരമായ ഒരു പോസിറ്റീവ് ഫലമാണ് ഉണ്ടാകാൻ സാധ്യത. 2026 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിലെ വിലകളെ അടിസ്ഥാനമാക്കി നികുതി ഭാരം ഒരു ബാഗിന് 30 മുതൽ 35 രൂപ വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് ബ്രോക്കറേജുകൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. IPO മാർക്കറ്റിലേക്ക് വന്നാൽ സെപ്റ്റംബർ 13-ന് ടാറ്റ ക്യാപിറ്റൽ ഓഹരികൾ ലിസ്റ്റ് ചെയ്യും. 2010-ൽ സ്ഥാപിതമായ കമ്പനി NBFC മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ഏറ്റവും വലിയ IPO ആണിത്. ഇഷ്യൂയിലൂടെ 15,511.87 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. വരുന്ന വാരം 14-ന് LG ഇലക്ട്രോണിക്സ് ഇന്ത്യ ഓഹരികളും ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഹോം അപ്ലയൻസസ് ആൻഡ് കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ ലീഡിംഗ് പ്ലെയറായ കമ്പനി IPOയിലൂടെ സമാഹരിച്ചത് 11,607.01 കോടി രൂപയാണ്. വരുന്ന വാരം സബ്സ്ക്രിപ്ഷനുമായി എത്തുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനി മിഡ്വെസ്റ്റ് ലിമിറ്റഡ് ആണ്. 1981-ൽ സ്ഥാപിതമായ കമ്പനി നാച്ചുറൽ സ്റ്റോൺസിൻ്റെ എക്സ്പ്ലോറേഷൻ, മൈനിങ്, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്പോർട്ട് എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒക്ടോബർ 15-ന് ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPOയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് ഒക്ടോബർ 17-നാണ്. ഇഷ്യൂയിലൂടെ 451 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 1014 രൂപ മുതൽ 1065 രൂപ വരെയാണ്. ഒക്ടോബർ 24-നായിരിക്കും മിഡ്വെസ്റ്റ് ലിമിറ്റഡ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നത്. വളരെ പോസിറ്റീവായ തുടക്കമാണ് ഒക്ടോബർ സീരീസിൽ നിക്ഷേപകർക്ക് കാണാൻ സാധിച്ചത്. ഡെയിലി ബേസിസിൽ വെള്ളിയാഴ്ച ഏകദേശം 100 പോയിന്റിലധികം ഉയർന്ന് 0.41% നേട്ടത്തോടെയാണ് നിഫ്റ്റി 50 സൂചിക ക്ലോസ് ചെയ്തത്. ബാങ്കിംഗ് മേഖലയാണ് ഈ റാലിയെ പ്രധാനമായും നയിച്ചത്. നിലവിലെ ടെക്നിക്കൽസ് നോക്കുമ്പോൾ സൂചികയിൽ ഇനിയും ഒരു അപ്സൈഡ് ഉണ്ടായേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ടെക്നിക്കലി സൂചിക അതിൻ്റെ എല്ലാ മൂവിംഗ് ആവറേജുകളുടെയും മുകളിൽ ട്രേഡ് ചെയ്യുകയാണെന്നും വരും ദിവസങ്ങളിൽ ഈ മൂവിംഗ് ആവറേജുകൾ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കുമെന്നാണ് വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതിനോടൊപ്പം RSI ഇൻഡിക്കേറ്ററും MACDയും ബുള്ളിഷ് ക്രോസ് ഓവർ സിഗ്നൽ നൽകുന്നതുകൊണ്ട് സൂചികയിൽ സ്ട്രെങ്തും കൂടി വരുന്നെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഈ ഫാക്ടേഴ്സ് കണക്കിലെടുത്ത് അടുത്ത ആഴ്ചയിൽ 25,400 മുതൽ 25,450 എന്ന റേഞ്ച് റെസിസ്റ്റൻസായും 25,150 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പരിഗണിക്കാമെന്നാണ് HDFC സെക്യൂരിറ്റീസ് സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറയുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഒരു ഔട്ട് പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. സൂചിക 400 പോയിന്റിലധികം ഉയർന്ന് 0.74% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ ഇൻഡെക്സ് ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലും ഹയർ ഹൈ പാറ്റേണും ഫോം ചെയ്തതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും ബുള്ളിഷ് കണ്ടിന്യൂഷൻ മോഡിൽ മാറാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. SBI സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് അനലിസ്റ്റായ സുദീപ് ഷാ പറയുന്നത് സൂചിക 57,000 ബ്രേക്ക് ചെയ്താൽ
നെക്സ്റ്റ് ടാർഗറ്റ് 57,600 ആയിരിക്കുമെന്നാണ്. വരും ദിവസങ്ങളിൽ 56,800 മുതൽ 57,000 മേജർ റെസിസ്റ്റൻസായും ഡൗൺ സൈഡിൽ 56,350 മുതൽ 56,150 സപ്പോർട്ടായി പരിഗണിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 400-ലധികം പോയിന്റ്സിന്റെ റാലിയായിരുന്നു പോയ വാരം ഇന്ത്യൻ വിപണികളിൽ കാണാൻ സാധിച്ചത്. GST പരിഷ്കാരങ്ങളും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവുകളൊക്കെ ജനങ്ങളുടെ കൺസപ്ഷൻ വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കും. എക്സ്റ്റേണൽ എക്കോണമിയെ ആശ്രയിക്കാതെ ഡൊമസ്റ്റിക് എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ രണ്ടാം പാദത്തിലെ കോർപ്പറേറ്റ് റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതീക്ഷ തന്നെയാണ് വിപണിയിലെ മുന്നേറ്റത്തിൻ്റെ കാരണം. എന്നിരുന്നാലും റെയർ എർത്ത് മാഗ്നറ്റിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ചൈനയും അതിനു പകരമുള്ള ട്രംപിൻ്റെ അധിക താരിഫ് പ്രഖ്യാപനങ്ങളുമൊക്കെ ഇന്ത്യൻ വിപണിയുടെ ഇപ്പോഴത്തെ ബുള്ളിഷ് ട്രെൻഡിന് തിരിച്ചടിയാകുമോ എന്നതും ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനും പ്രീ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമൊക്കെയായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.